നമസ്കാരം. കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് വല്ലാത്ത പൊള്ളലേറ്റൊരു അവസ്ഥയാണ്. MSFകാർക്കും KSUക്കാർക്കും മർദ്ദനമേറ്റത്രേ. സ്വാഭാവികം. ഒരു കലാലയത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അതും സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഘർഷത്തിന് സാധ്യതയുണ്ടാകും. പ്രത്യേകിച്ച് SFIയുടെ ഉരുക്കുകോട്ടയായിട്ടുള്ള കണ്ണൂർ സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില കോലാഹലങ്ങൾ ഉണ്ടാക്കാമെന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നും നേരത്തെ മാധ്യമങ്ങളുമായിട്ടൊക്കെ ഉടമ്പടി ഉണ്ടാക്കിയിട്ട് അവിടെ വന്നിട്ട് ക്യാമറകൾക്ക് മുന്നിലുള്ള ആ ഒരു ചൊറിച്ചിലുണ്ടല്ലോ, ആ ചൊറിച്ചിലിനെ ചിലപ്പോൾ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പ്രതിരോധം ഉണ്ടായെന്നിരിക്കും. അത് പോലീസ് MSF പറഞ്ഞതിന് ശേഷം പിടിച്ചോക്കാണ്. അപ്പൊ ഇപ്പൊ നാളെ ഞങ്ങൾക്കെതിരെ പറയുന്നു ഇവര് പിടിച്ചോക്കോ. ഇപ്പൊ നേരത്തെ തൊട്ട് ഈ പറഞ്ഞ ടൗൺ SI ഇതേ സമാനമായ ക്രമത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ SFI ഭാരവാഹികളെ നീ പോടാ, നീ ആരടാ, നീ എന്താ ചെയ്യാ? നിങ്ങൾ പ്രൊവോക്ക് ചെയ്യാണ്, വിദ്യാർത്ഥികളെ പ്രൊവോക്ക് ചെയ്യാണ്. ആ പ്രൊവോക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവുകയാണ്. ഈ പ്രശ്നത്തിന്റെ മുകളിൽ അത് ഉപയോഗിക്കുകയാണ്. അത് ആരാ ഉപയോഗിക്കുന്നത്? അത് MSFന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതെ, എന്താ സംശയം? ഇത് രാവിലെ തൊട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. നിങ്ങൾ രാവിലെ എന്നോട് ഒരു ചോദ്യം ചോദിച്ചില്ലേ, എവിടെ പിന്നെ കൊണ്ടുപോയ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്താ? തട്ടിക്കൊണ്ടുപോയ UC എന്ന് പറഞ്ഞല്ലോ, ആ കുട്ടിയുടെ പേരെന്താ, ആ കോളേജ് എന്താ, അവർ വോട്ട് ചെയ്ത എന്താ, ഒരു ബന്ധപ്പെട്ട അതിന്റെ പ്രോഗ്രഷൻ എന്താ? അങ്ങനെ ഒരു സംഭവം ഇല്ല. ആദ്യം പെൺകുട്ടീന്റെ പേര് പറഞ്ഞു, പിന്നെ ആൺകുട്ടിയായി. ഇപ്പൊ അതിനെക്കുറിച്ച് അഡ്രസ് ഇല്ല. സമാനമായിരിക്കും ഇതും. പക്ഷേ ആ പെൺകുട്ടിയെ മോചിപ്പിച്ചു കൊണ്ടുപോയിന്നാണ് പോലീസ് പറയുന്നത്. ഏത് പെൺകുട്ടിയെ മോചിപ്പിച്ചുകൊണ്ടുപോയി? അവിടെ പിടിച്ചു വെച്ചിരുന്ന പെൺകുട്ടി. ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തെളിവുണ്ടോ? ആ കുട്ടി വേറെ എവിടെ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ആ കുട്ടി പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയാ. എന്തൊക്കെ നടപടിക്രമങ്ങളുണ്ട്? ഞാൻ ചോദിക്കുന്നത്, ഇതിനൊരു ജനാധിപത്യ മര്യാദ ഉണ്ടല്ലോ. അത് കേവലപരമായി രാത്രി ഇപ്പൊ നിങ്ങളെല്ലാവരും ലൈവായിട്ട് അത് കണ്ടു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു പെൺകുട്ടിയെ ഈ പറയുന്നത് മാൻ ഹാൻഡിൽ ചെയ്യുന്നത് കാണുകയാണ്. അപ്പൊ എല്ലാവരും എന്താ കരുതുക? ആ കുട്ടി ഒരു കുറ്റക്കാരിയാണ്, കൊടും കുറ്റവാളിയാണ്. അത് 5-6 പോലീസുകാർ. ഈ പ്രതീതി എന്തിനാ ഉണ്ടാക്കുന്നത്? ആ കുട്ടി ഇവിടെ, അതെ, പോലീസാണ് അത് ഉണ്ടാക്കിയത്. അതും ആരുടെ ആവശ്യപ്രകാരം? MSF അക്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്യണം. MSF എന്തേ ചോദിച്ചിട്ടുള്ളൂ? പ്രൊട്ടക്ഷനെ ചോദിച്ചിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചേരണമെന്നൊന്നും കേരള പോലീസിനോട് പറഞ്ഞില്ല. ഞങ്ങൾ കാലിക്കറ്റിലെ ഇത് പറഞ്ഞതാ. അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അവരെന്ത് വേണം? മുഴുവൻ അതിന്റെ മുമ്പിൽ 10-50 ആൾക്കാരുണ്ട്. ഈ കാണുന്ന മൊത്തം ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ മധ്യവയസ്കരായിട്ടുള്ള ലീഗിന്റെ നേതാക്കന്മാർ, ജമാഅത്ത് ഇസ്ലാമി, SDPI എല്ലാവരും ഇവിടെ ഉണ്ട്. അവർക്ക് പോയി പ്രൊട്ടക്ഷൻ കൊടുക്കുക. അപ്പോ വലിയ വാർത്താ പ്രാധാന്യം അങ്ങ് നേടുകയാണ്. ഇതേ മാപ്രകളോട് ചോദിക്കുകയാണ്. ഈ കഴിഞ്ഞ അല്ലെങ്കിൽ പോയ വാരത്തിലാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ തുടർച്ചയായി 2ാം വട്ടവും ഇതേ സർവകലാശാലയിൽ MSFന്റെ നേതൃത്വത്തിലുള്ള UDSF സർവകലാശാലയുടെ ഭരണം പിടിക്കുന്ന സാഹചര്യമുണ്ടായി. ആ സന്ദർഭത്തിൽ SFIക്കാർക്ക് നേരെ വ്യാപകമായിട്ടുള്ള അക്രമം നടന്നു. നിങ്ങൾ അറിഞ്ഞിരുന്നോ? അതോ SFIക്കാർക്ക് നേരെ MSFകാർ അക്രമം അഴിച്ചുവിട്ടാൽ അത് നിങ്ങൾക്ക് വാർത്തയല്ല, അന്നത്തെ ദിവസം നിങ്ങൾക്ക് പൊള്ളലേറ്റിട്ടേയില്ല, ആ സൈഡിലേക്ക് നിങ്ങൾ ക്യാമറ തിരിച്ചിട്ടുമില്ല. പക്ഷെ ഇന്നിപ്പോ നിങ്ങളുമായി നേരത്തെ കൂടിയാലോചിച്ച് ഞങ്ങൾ അവിടെ പോയി ആ തെരഞ്ഞെടുപ്പ് SFIക്ക് മൃഗീയ ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പുണ്ട്, അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് പോയി ഞങ്ങൾ അലങ്കോലം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാമറയുമായിട്ട് അവിടെ വരണം. ആ ക്യാമറയുമായി വന്നിട്ട് ഞങ്ങളുമായിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സ്വാധീനമുള്ളവർ, അവിടെ ഭരണത്തിലിരിക്കുന്നവർ, അവർക്ക് അവിടെ മൃഗീയ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ തിരിച്ച് പ്രതിരോധിക്കും. അത് മാത്രമേ SFIക്കാർ ചെയ്തുള്ളൂ. പക്ഷേ നമ്മൾ പലയിടങ്ങളിലും നേരത്തെയും കണ്ടിട്ടുണ്ട്, ഈ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കൊന്നും ചെയ്യാനില്ലെങ്കിലും പോയി അലമ്പാക്കിയതിനു ശേഷം ഞങ്ങളുടെ നേതാക്കന്മാർക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഡയലോഗ് അടിക്കാനും ആശുപത്രികൾ വന്ന് ക്യാമറ ഫോട്ടോഷൂട്ട് നടത്താനും ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങളൊക്കെ നേതാവായിട്ട് വളരത്തുള്ളൂ. ഈ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ സമാധാനപരമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പിൽ MSFനോ KSUനോ വലിയ സ്വാധീനമില്ലെങ്കിലും മറ്റ് ജില്ലകളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. SFI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജീവ് വളരെ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നുണ്ട്. അതായത് SFIയുടെ സ്ഥാനാർത്ഥിയെ പോലും അവിടെ പോലീസ് തടഞ്ഞു വെക്കുകയാണ്. അതായത് കാര്യം എന്താണ്? MSFകാർ പരാതി പറഞ്ഞു. MSFകാർ പരാതി പറഞ്ഞാൽ എന്താണ് കാര്യം? ഉടനടി SFIക്കാരെ അവിടെ പിടിച്ചു വയ്ക്കും. വനിതകളാണെന്നുള്ള പരാതി പോലും കൊടുക്കാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ 5-6 പേർ ചേർന്ന് ഒരു പ്രതിയെ പിടിച്ചു വയ്ക്കും പോലെ അങ്ങ് പിടിച്ചു വച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് പ്രകോപനം ഉണ്ടാകും. അതായത് ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടെന്നും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ മര്യാദയ്ക്ക് തെരഞ്ഞെടുപ്പ് നടക്കരുത്. ആ തെരഞ്ഞെടുപ്പിനെ അലങ്കോലമാക്കണം. ആ അലങ്കോലമാക്കാനുള്ള പരിശ്രമമാണ് SFIക്കാർ തിരിച്ചു പ്രതിരോധിക്കുമ്പോൾ മാധ്യമങ്ങളെല്ലാം കൂടി SFIക്കാർ ഇതാ MSFകാരെ തല്ലിയേ, KSUക്കാരെ തല്ലിയേ എന്നുള്ള രീതിയിൽ
ഒരു സഹതാപം ഇറക്കി വിടും. സഹതാപത്തിന്റെ പിന്നാലെ പിടിച്ചുകൊണ്ട് ഇനിയിപ്പോ ഗുണ്ടകളാണ്, ക്രിമിനലുകളാണെന്നുള്ള ഡയലോഗ് അടിക്കാൻ വേണ്ടി സതീശൻ വരും, ലീഗ് നേതാക്കന്മാർ വരും. ഞങ്ങളുടെ വാർത്താ കച്ചവടം കുറച്ചുകൂടി പരിപോഷിപ്പിക്കാൻ കഴിയും, പറ്റുമെങ്കിൽ വൈകിട്ട് ഒരു ചർച്ചയും കൂടി വെച്ചു കൊടുക്കും. ഇതാണ് നടക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ SFIക്കാരെ തല്ലിയാൽ വാർത്തയുമല്ല, അതുമായി ബന്ധപ്പെട്ട് ലൈവുമില്ല. ആ പ്രദേശത്തോട്ട് ക്യാമറയെ പോകത്തില്ല. പക്ഷെ തിരിച്ച് MSFും KSUവും ക്യാമറയും ഒരുമിച്ച് വരും. അവിടെ വന്നതിന് ശേഷം ആവശ്യമില്ലാത്തിടത്ത് പോയി പ്രശ്നമുണ്ടാക്കിയതിനു ശേഷം തിരിച്ച് അവരുടെ പ്രദേശത്ത് വന്നിട്ട്, അത് ഏത് നാട്ടിലായിരുന്നാലും സംഭവിക്കാവുന്ന കാര്യമുള്ളൂ. ഈവൻ ഒരു കടന്തൽ കൂട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതിലേക്ക് കല്ലെടുത്തെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? തിരിച്ച് പ്രതികരണം ഉണ്ടാവുമെന്നേ. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ചെന്നിട്ട് അവരെ അനാവശ്യമായിട്ട് ചൊറിയാൻ ചെല്ലുക, അവരെ പ്രകോപിപ്പിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ അവിടെ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുക. അതിന്റെ പേരിൽ അവർ തിരിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അക്രമം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അവസരമാക്കിയെടുക്കുക. ഇതാണ് അവിടെ സംഭവിച്ചത്. അത് ചിലരുടെ താല്പര്യമായിരുന്നു, വാർത്താ കച്ചവടത്തിന്റെ ഭാഗമായിരുന്നു. നേരത്തെ സ്ക്രിപ്റ്റ് ഇട്ട് മാധ്യമങ്ങളുമായിട്ട് വന്നിട്ട് ഇന്നിപ്പോ എത്ര ഉഷാറോട് കൂടിയാണ് അതല്ല ലൈവ് കൊടുക്കുന്നത്. നേരെ മറിച്ച് അവിടെ SFI വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ക്യാമറ ആ റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തു കൂടി നടക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങൾ അറിയണം. അപ്പോ മനസ്സിലാക്കുക, SFIക്ക് അവിടെ ഉണ്ടായിരിക്കുന്ന സ്വാധീനം തകർക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഒരു നാറിയ കളിയാണ് കണ്ണൂർ സർവകലാശാലയിൽ കണ്ടതെന്ന് നിസ്സംശയം പറയാം.